ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അപർണയുടെ അമ്മയെ ഡൽഹിയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാമെന്ന് അപർണയും അപർണയുടെ കൂട്ടുകാരിയും കൂടെ പറയുമ്പം എനിക്കിപ്പോൾ നിൻ്റെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് മതിയെന്ന് അമ്മ പറയാം. അപ്പോൾ നമുക്ക് പോകാം അമ്മേ, കസ്തൂരി അതിനുള്ള ഏർപ്പാടുകളും കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് മാറി നിൽക്കുമെന്നാണ് നീ പറയുന്നേ? ഇവിടെ നിൻ്റെ അച്ഛൻ ഓടി നടക്കുന്നതൊക്കെ നീ കാണുന്നതല്ലേ എന്ന് ചോദിച്ചു അമ്മ മോളോട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നീറിയായിരിക്കും ഞാൻ ഓരോ ദിവസവും തെള്ളി നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനി കാര്യങ്ങൾ നോക്കാൻ ജോലിക്കാരില്ലേ, അങ്കിള് ബിസിനസ് ടൂറും മറ്റും പോവാറുള്ളതല്ലേ, അപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ നടക്കാറില്ലേ എന്ന് കൂട്ടുകാർ ചോദിക്കുക. അതെല്ലാം കേട്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക പറഞ്ഞ വസുന്ധരാമയെ അവിടെ അഡ്മിറ്റ് ചെയ്ത ഒരാൾ കൂടെ നിന്നാൽ മാത്രം മതിയെന്നും അങ്കിളിന് പോയി വരാവുന്നതേ ഉള്ളൂ എന്ന കാര്യവും പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അപർണയാണെങ്കിൽ അമ്മയെ അവിടെ കൊണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. വസുന്ധരാമയുടെ അസുഖത്തിൻ്റെ ഗൗരവം കണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഇതിനെപ്പറ്റി അമ്മയോട് പറയുന്നത്. അമ്മ അത് മനസ്സിലാക്കാനൊക്കെ ഈ കൂട്ടുകാരി പറയാം. അപ്പോൾ അവൾ പറയുന്നത് പോലെ അമ്മ കേൾക്കമ്മേ, അമ്മ അവിടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് പോയാൽ മതി. അച്ഛനും ഞാനും മാറി മാറി നിന്നോളാം അമ്മേ. അപ്പം നിങ്ങൾക്ക് സംസാരിക്കാൻ മറ്റൊന്നും ഇല്ലേന്ന് ചോദിക്കുവാണ് അന്നേരം അമ്മ. ഈ വിഷയം ഇനി കസ്തൂരി ഇവിടെ പറയാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരി എല്ലാം നിരുത്സാഹപ്പെടുത്തി വിടുക. നീ എന്നോട് ക്ഷമിക്കുക, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരുന്നില്ല എന്നും നീ എന്നെ ട്രീറ്റ് ചെയ്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് താൻ പിടിച്ച മേലിന് 3 കൊമ്പെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിൻ്റെ അച്ഛനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടി ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. ഒന്നുമില്ലാതെ ജാനകി ഒരിക്കലും ഒരു കേസിനും പോവില്ല എന്നുള്ള കാര്യം വസുന്ധരാമ പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യന് വീണ്ടും ജയിൽ ജീവിതം ഉറപ്പാണെന്ന് മനസ്സിൽ വസുന്ധരാമ ഇരുന്ന് ചിന്തിക്കുക. തമ്പി ആരാന്ന് പുള്ളിക്കാരിക്ക് അറിയാമല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ചന്ദ്രകാന്തത്തിൽ നമ്മുടെ അമ്മ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അമ്മയെ കാണാൻ അമൽ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ചെറിയച്ഛൻ നോക്കുതേ എൻ്റെ അമ്മമ്മ, ഇതാണ് പൊന്നുവിൻ്റെ അമ്മാമ്മ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അമ്മയെ കണ്ട അമൽ ഇങ്ങനെ ആകെ അന്തമിട്ടിങ്ങനെ നിൽക്കുക. ആ സമയത്ത് ജാനകി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്, അമൽ വന്നതിൻ്റെ സന്തോഷം. അപ്പോഴേക്കും അമൽ ചെന്ന് അമ്മയ്ക്ക് അരികിലേക്ക് ഇരുന്നു. അപ്പോഴും അമ്മ ഇങ്ങനെ നോക്കി തന്നെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചു. അന്നേരം അത്ഭുതം പോലെ അമലിൻ്റെ നേരെ ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പോൾ അമലൊന്ന് ചിരിച്ചു. അത്ഭുതം, ശരിക്കും അമ്മ അങ്ങനെ നോക്കുന്നതല്ലല്ലോ. അപ്പോൾ അമലിന് ഭയങ്കര സന്തോഷമായി. അമ്മേ, ഞാൻ അഭിയേട്ടൻ്റെ അനിയനാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴും അമ്മ ഇങ്ങനെ അമലിനെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് അപർണയും ജാനകിയും പൊന്നുകുട്ടി ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അമ്മ അന്നേരം ഇങ്ങനെ നോക്കി ഒരു മൈൻഡും ഇല്ലാതിരിക്കുക. അപ്പോഴത്തേക്ക് അമൽ അമ്മയുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അമ്മയോട് ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അമ്മ തിരിച്ചും ഭയങ്കരമായിട്ട് ചിരിക്കുക അമലിനെ നോക്കി. അന്നേരം ഇവർക്ക് ഒരുപാട് സന്തോഷമായി. ഹായ്, അമൽ ചെറിയച്ഛനെ കണ്ടപ്പോൾ അമ്മമ്മ ചിരിച്ചല്ലോ എന്നും പറഞ്ഞു പൊന്നുകുട്ടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ നിന്ന് പറയുക. അപ്പോൾ ഇവർക്ക് ഒരുപാട് പോസിറ്റീവായി. ദൈവമേ, ആദ്യമായിട്ടാണ് പരിചയമില്ലാത്ത ആളെ കണ്ടിട്ട് അമ്മയുടെ മുഖത്ത് പുഞ്ചിരി വരുന്നതെന്നുള്ള കാര്യം ജാനകി പറഞ്ഞു. അത് നമ്മുടെ അമലിനൊരു ക്രെഡിറ്റും. അമൽ അന്നേരം ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കും. അപ്പോഴേക്കും അമ്മ ഇങ്ങനെ അമലിനെ നോക്കുക. അപ്പോൾ അമ്മയൊന്ന് കാണാൻ എത്ര ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്ന് അമൽ. അഭിയേട്ടനും ജാനിയടത്തിയും എനിക്കതിന് അനുവാദം തരാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക അമൽ. അമ്മമ്മ മിണ്ടില്ല ചെറിയെന്നും പറഞ്ഞിട്ട് പൊന്നു അന്നേരം അമലിനോട് പറഞ്ഞു. ആ സമയത്ത് അമലിങ്ങനെ അമ്മയെ ദയനീയമായിട്ട് ഒരു സങ്കടത്തോടു കൂടി ഇങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് അമ്മ ഇങ്ങനെ എന്തൊക്കെയോ കണ്ണുകൾ കൊണ്ട് പരതുന്നുണ്ട്. ആ സമയം ജാനകിയോട് അമ്മ പൊന്നുവിൻ്റെ പരാതിയൊക്കെ കേട്ടില്ലേ, അമ്മയ്ക്ക് അവളോടൊന്ന് മിണ്ടിക്കൂടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് ജാനകിയും അമ്മ അങ്ങനെയൊന്നും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ അമ്മയ്ക്ക് അറിയാത്തതായിട്ട് എന്താ ജാനിയടുത്ത് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ അമ്മയുടെ പെരുമാറ്റം ഇതുപോലൊക്കെ ആയിരിക്കും അമലെ, ചില സമയങ്ങളിൽ വേറെ രീതിയിലും ആയിരിക്കും എന്നും പറഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് അമ്മ ഇങ്ങനെ അമൽ കൈ പിടിച്ചേക്കുന്ന ഇങ്ങനെ നോക്കുക. അപ്പോഴത്തേക്ക് അമ്മയുടെ ഭാവമൊക്കെ മാറി. ആ സമയത്ത് അഭിയേട്ടൻ്റെ കുഞ്ഞനിയനെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ജാനകി പറഞ്ഞു. അമൽ എന്ന് പേര് പറയുമ്പോൾ ഇങ്ങനെ അമ്മ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അമലിനെ നോക്കി. അമലിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പൊന്നു, നീ ചെറിയച്ഛൻ കൊണ്ടുവന്ന ലഡു എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ പറഞ്ഞു വിടും. അത് കൊടുത്താൽ അമ്മ കഴിക്കുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു. ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് അമലിന് പറഞ്ഞിട്ട് കുഞ്ഞങ്ങ് ഓടിപ്പോയി അത് എടുക്കാനായിട്ട്. ആ സമയത്ത് അളകാപുരിയെ പറ്റി അമൽ അമ്മയോട് പറയാം. ജാനിയടുത്തിയുടെയും അതുപോലെ അഭിയേട്ടൻ്റെയും വീടാണെന്നൊക്കെ പറഞ്ഞു. അമ്മ അങ്ങോട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് അമ്മയോട് നമ്മുടെ അമൽ ഇങ്ങനെ പറയാം. ഇതൊക്കെ കേട്ട് അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് എന്താ അങ്ങോട്ട് വന്നാൽ ഒന്ന് വന്നോടെ അമ്മേ, പിന്നെ നമുക്ക് എല്ലാവർക്കും അവിടെ സന്തോഷമായിട്ട് കഴിയാവല്ലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് അമ്മ ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ എന്നാൽ മനസ്സിലാകുന്നില്ലാത്ത രീതിയിലിരിക്കും. അമൽ പറഞ്ഞതൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ജാനകിയെ. അപ്പോൾ എന്തിനാ ഏട്ടത്തി ഇനിയും ഈ ഒളിച്ചുകളി? ഏട്ടത്തി സ്വന്തം അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ ആരെയാണ് ഭയപ്പെടുന്നതെന്നുള്ള കാര്യം അമൽ അന്നേരം ജാനകിയോട് ചോദിക്കുക.
ഏട്ടത്തിയുടെ അമ്മയാണെന്ന് പറയാൻ മടിക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയും കാലം എനിക്കൊരമ്മ ഇല്ല എന്നല്ലേ പലരും പറഞ്ഞതെന്ന് ജാനകി അന്നേരം അമലിനോട് തിരിച്ചു ചോദിച്ചു. പിന്നെ ഇനി കുറച്ചു കാലം കൂടി അവരങ്ങനെ തന്നെ കരുതി മുന്നോട്ട് പോയിക്കോട്ടെ എന്നും അമലിനോട് പറയുക. എല്ലാവരും സന്തോഷിക്കട്ടെ അമലെ, അതല്ലേ വേണ്ടതെന്നും. ആ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു സന്തോഷം അത് മാത്രം മതി അമലെ എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറഞ്ഞു. ഇതെൻ്റെ അമ്മയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ഞാൻ പ്രത്യേകിച്ച് ഒരു സന്തോഷവും അനുഭവിക്കുന്നില്ല എന്ന കാര്യവും പറഞ്ഞു. അതൊക്കെ കേട്ട് അമലിങ്ങനെ നിരാശപ്പെട്ട് അവിടെ ഇരിക്കുക. സന്തോഷം വരേണ്ടത് മനസ്സിൽ നിന്നാണെന്നും അതുപോലെ മറ്റുള്ളവരുടെ അംഗീകാരം കൊണ്ട് കിട്ടേണ്ടതൊന്നല്ല അതെന്നൊക്കെയുള്ള കാര്യങ്ങളും ജാനകി ഇങ്ങനെ അമലിനോട് പറഞ്ഞിട്ട്, അമലിനെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ അപർണയെ ഞാൻ സ്നേഹിക്കുന്നത് നിരഞ്ജനെ സ്നേഹിക്കുന്നത് പോലെയാണ്. ആ രണ്ട് സ്നേഹത്തിലും ഞാൻ എൻ്റേതായ സന്തോഷം അനുഭവിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഇതൊക്കെ ഞാൻ വളർന്ന ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ടൊരു പക്ഷേ എനിക്ക് കിട്ടിയതാവാമെന്നൊക്കെ ജാനകി ഇങ്ങനെ അമലിനോട് പറഞ്ഞിട്ട്, കേസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവാതെ അമ്മയും ആവാതെ ഞാൻ അളകാപുരിയിലേക്ക് വരില്ല എന്നും പറഞ്ഞ് ജാനകി ഉള്ള കാര്യങ്ങളെല്ലാം അമലിനോട് പറഞ്ഞു. സംസാരിക്കാൻ കഴിയാത്ത അമ്മയുമായിട്ട് എങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്നും ജാനകി അമലിനോട് ചോദിക്കുക. അപ്പം അത് ശരിയാണെന്ന് അമലിന് മനസ്സിലായി. എന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ സഹിച്ചെന്ന് വരും. എൻ്റെ അമ്മയെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാനാവില്ല, ഞാനത് സഹിച്ച് നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പൊന്നുകുട്ടി ആ ലഡു ഒക്കെ ആയിട്ട് വന്നു. ചെറിയ ഇതാന്നും പറഞ്ഞു കൊടുത്തു. ഇത് അമ്മാമ്മയ്ക്ക് കൊടുക്കാൻ പോവാണോ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. പിന്നെ ചെറിയച്ചൻ കൊടുക്കാട്ടോ, ഞാൻ കൊടുത്താലേ അമ്മമ്മ കഴിക്കില്ല, നമുക്ക് നോക്കാവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമൽ അതിൽ നിന്നൊരു ലഡു എടുത്ത് അമ്മയുടെ നേരെ ഇങ്ങനെ നീട്ടി. അപ്പോൾ അമ്മ അതിലേക്ക് നോക്കിയിരിക്കുക, കഴിക്കുന്നില്ല. അപ്പോഴേക്കും ജാനകിക്കും അതുപോലെ പൊന്നൂനും അമലിനൊക്കെ സങ്കടമായി. കഴിക്കുക അമ്മയെന്നും പറഞ്ഞ് അമൽ നിർബന്ധിച്ച് കൊടുക്കും. അമ്മ എന്നിട്ട് സന്തോഷത്തോടെ ഒരു ചിരിയോട് കൂടി അമലിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് കഴിച്ചു. അപ്പോഴേക്കും ഇവർക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അമൽ എന്നിട്ട് അമ്മയ്ക്ക് ഇത് കൊടുക്കണു, അമ്മ അത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അബി അവിടെ നിൽക്കുന്നു. അബിയുടെ അടുത്തേക്ക് ചെന്നു. നീ അമ്മയെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഏട്ടനും ഏട്ടത്തെയും പറയുന്ന പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്കില്ലെന്നാണ് എനിക്കത് വന്നതിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. എന്താ അമ്മ നിന്നോട് സംസാരിച്ചോ? സംസാരിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അമ്മയ്ക്ക് നല്ല തിരിച്ചറിവുണ്ട്. ഞാൻ അഭിയേട്ടൻ്റെ അനിയനാണെന്നും അമ്മയ്ക്ക് മനസ്സിലായെന്നും. അല്ലെങ്കിൽ പിന്നെ ആദ്യം കണ്ട് എന്നോട് അമ്മ അങ്ങനെ പെരുമാറുമോ എന്ന് ചോദിച്ചു. അന്നേരം എടാ നീ എൻ്റെ അനിയനാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആരാണെന്ന് ആദ്യം അമ്മയ്ക്ക് മനസ്സിലാവണ്ടേന്ന് ചോദിക്കുകയാണ് നമ്മുടെ അബി. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. എന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജാനകി ആരാണെന്ന് ആദ്യം അമ്മ അറിയണ്ടേന്ന് ചോദിച്ചു. ശരിയാ, അപ്പോൾ അഭിയേട്ടാ എന്തിങ്ങനെയൊക്കെയെന്ന് ചോദിക്കുക. ഞാൻ ക്രൂരമായിട്ടുള്ള ഒരു ഫലിതവും കാര്യങ്ങളൊന്നും പറഞ്ഞതല്ല കേട്ടോ. ഇവൻ്റെ ഈ ഒരു സംസാരം കേട്ട് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അമലിനെ നോക്കി അമ്മ പുഞ്ചിരിച്ചു എന്നുള്ള കാര്യവും അമല് കൊടുത്ത മധുരം കഴിച്ചെന്നുള്ള കാര്യവും അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ജാനകി അന്നേരം ചോദിക്കുക. അപ്പം ഞാൻ പറയുന്നത് ദയവായി നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേൾക്കുക. ഏട്ടത്തിയോട് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചതേ ഉള്ളൂ. അമ്മയെ അളകാപുരിയിൽ വന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയെ അങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തെപ്പറ്റി ആണെങ്കിൽ അത് നടക്കില്ല എന്ന് അഭി പറയാം. സത്യങ്ങളെല്ലാം അപർണയോട് തുറന്നു പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സത്യങ്ങൾ അറിഞ്ഞ് ഒരു പക്ഷെ സ്വന്തം ചേച്ചിയാണെന്ന് അറിയുമ്പോൾ അവളുടെ പക കുറഞ്ഞ് മനസ്സിന് കുറച്ച് പക്വത വന്നാൽ പിന്നെ നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു കേട്ടോ ഈ അമല്. അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ എന്തിനാണ് അവളിൽ നിന്ന് നമ്മളിതെല്ലാം മറച്ചു വെക്കുന്നത്? ഈ കേസും പ്രശ്നങ്ങളെല്ലാം അവിടെ അവസാനിക്കില്ലേ എന്ന് ചോദിക്കുക. നമുക്കെല്ലാവർക്കും മനസ്സമാധാനം തിരിച്ചു കിട്ടുകയും ചെയ്യില്ലേ എന്ന് അമല് ചോദിച്ചു. അപർണ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ജാനകി അന്നേരം അമലിനോട് തിരിച്ചു ചോദിക്കുക. അവൾ വിശ്വസിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നും അത് എൻ്റെ അമ്മയാണെന്ന് തെളിയിക്കാനായിട്ടുള്ള യാതൊരു തെളിവും എൻ്റെ കൈകളിൽ ഇല്ല എന്നും പറഞ്ഞു. പിന്നെ ഒരിക്കലും അപർണ അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യവും. നിനക്ക് ഇനിയും അവളെ മനസ്സിലായില്ലേ അമലെ എന്ന് ചോദിക്കുമ്പം എടാ ജാനകി പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലേ? ജാനകിയെ അനാഥ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവളാണ് അപർണ. പരിഹാസത്തിൻ്റെ കാര്യത്തിൽ തമ്പിയെക്കാളും ഒരുപടി മുന്നിലുള്ളവളാണ് ഈ പറയുന്ന മകള്. തമ്പിയുടെ മകളാണ് ജാനകി എന്നുള്ള സത്യം ഒരിക്കലും അപർണ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ പൊന്നുകുട്ടി അങ്ങോട്ട് വരുന്നതും ഇത് കേൾക്കുന്നതും. അപ്പം നീ ഇപ്പോൾ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ജാനകി തമ്പിയുടെ മകളാണെന്ന് അപർണ അറിഞ്ഞാലേ അവൾക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും പൊന്നുകുട്ടി ഞെട്ടിപ്പോയി. കൊച്ചിങ്ങനെ അവിടെ ഇത് കേട്ട് അന്തം വിട്ടിങ്ങനെ അവിടെ നിൽക്കുകയാണ്. ആ കുഞ്ഞാണെങ്കിൽ കുഞ്ഞു മനസ്സാണെങ്കിലും അത് അവിടെ നിന്ന് നിന്നിട്ട് കരയുമായി സത്യം കേട്ട്. അപ്പോൾ ഒരു കാരണവശാലും നമുക്കിതിങ്ങനെ വെട്ടി തുറന്ന് അപർണയോട് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയവർ. എനിക്ക് ഇനിയും കൂടുതൽ അപമാനിതയാവാൻ കഴിയില്ല എന്ന് ജാനകി അമലിനോട് പറയുകയും ചെയ്തു. അങ്ങനത്തെ അമ്മയെ കൊണ്ടുപോകുന്ന കാര്യം അത് അമൽ വിട്ടേക്കാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ
ഭയങ്കര ഒരു സങ്കടം നമ്മുടെ അമലിന്. അതുപോലെ തന്നെ നീ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ അപർണയോട് അറിയാതെ പോലും പറഞ്ഞു പോയേക്കരുതെന്നും പറഞ്ഞു. ജാനേടത്തിയുടെ അനുവാദം ഇല്ലാതെ ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല ജാനേടത്തി. ഞാൻ ഇത്രയ്ക്കൊക്കെ പറഞ്ഞത് കേസിൻ്റെ കാര്യവും മറ്റുമൊക്കെ ഓർത്തിട്ടാണെന്നും അതിൻ്റെ ഭാവി എന്തായി തീരുമെന്ന് ആർക്ക് അനുകൂലമാകുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ തമ്പി ശിക്ഷിക്കപ്പെടേണ്ടവൻ തന്നെയാണെന്ന് ഉള്ളതാണ് എൻ്റെ അഭിപ്രായം. അയാൾ കേസിൽ തോറ്റാലും മുകളിലെ കോടതിയിൽ പോലും ഇതൊരു കള്ളക്കേസാണെന്നുള്ള ചിന്തയിൽ അപർണ അച്ഛൻ്റെ കൂടെ നിൽക്കുകയേ ചെയ്യത്തുള്ളൂ. അപ്പോഴും ജാനിയടത്തിയുടെ അനിയത്തിയാണ് താനെന്നുള്ള മഹാസത്യം അത് അപർണ അറിയാനും പോകുന്നില്ലെന്നുള്ള കാര്യവും പറയുവാണ് അമൽ. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഏട്ടത്തി ആലോചിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇതെല്ലാം പൊന്നുകുട്ടി കേട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ. അതൊരിക്കലും ആരും അറിയാൻ പാടില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണല്ലോ ജാനകി ഉറച്ചു നിൽക്കുന്നത്. തമ്പി ഇനി ജയിലിൽ പോയാൽ പോലും അതൊരു ശിക്ഷയായി തന്നെ ഇങ്ങനെ കിടക്കുകയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇവർ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതുപോലെ തമ്പിയെ ശിക്ഷിക്കാനുള്ള വഴികൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിലെ ചിന്തകളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും അതിനെപ്പറ്റി ആലോചിക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനം എടുക്കാനും അമൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരി ഏട്ടത്തി, എന്നാൽ ഞാൻ ഇറങ്ങുക. ചെറിയച്ചൻ പോയെന്ന് പൊന്നുവിനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അമൽ അവിടെ നിന്ന് അങ്ങ് പോയി. പൊന്നു ആകെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ തമ്പിയങ്കളാണ് എൻ്റെ അമ്മയുടെ അച്ഛനല്ലേ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിങ്ങനെ വിഷമിച്ച് റൂമിലിരിക്കുക. എന്നിട്ട് നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെന്നു, അടുക്കളയിലോട്ട്. അപ്പോൾ അടുക്കളയിൽ ജാനകി എന്തൊക്കെയോ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പൊന്നു സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്ത് പറ്റി പൊന്നുവിനെ, മുഖത്തൊരു സങ്കടമാണല്ലോ എന്ന് ജാനകി. അപ്പോൾ പൊന്നു ഒരു കാര്യം ചോദിച്ചാൽ അമ്മ ദേഷ്യപ്പെടുമോ എന്ന് ചോദിച്ചു. അമ്മ എന്തിനാ പൊന്നുവിനോട് ദേഷ്യപ്പെടുന്നത്? പൊന്നു അമ്മയോട് ചോദിക്കാം, എന്താ പൊന്നുവിന് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചു. ആ സമയത്ത് പൊന്നു ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. നീ എന്തിനാ പരിങ്ങുന്നേ, എൻ്റെ മോള് ചോദിക്കുക, എന്താടാ എന്താന്ന് വെച്ചാൽ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു. ആ സമയത്ത് അത് പിന്നെ അപർണ ചെറിയമ്മ പൊന്നുവിൻ്റെ ചെറിയമ്മയല്ലേ എന്ന് ചോദിച്ചു. അപർണ മാത്രമാണോ? നിരഞ്ജനിയും നിന്റെ ചെറിയമ്മ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അഭി അങ്ങോട്ടേക്ക് വന്നു. ഇതാണോ ഇത്ര വലിയ സംശയം എന്ന് ജാനകി ചോദിക്കുക. എന്താ പൊന്നു നിന്റെ സംശയത്തിന് ഇപ്പം കാരണം? അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് കൊച്ചിങ്ങനെ ആകെ കിടന്ന് പരിഭ്രമിക്കുക. അപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്ക് എന്തോ മനസ്സിലായി. അഭിയും ജാനകി ഇങ്ങനെ കുഞ്ഞിനെ മാറി മാറി നോക്കുക. എന്താ കാര്യം, മോൾക്ക് എന്താ പറയാനുള്ളതെന്ന് പറയാൻ പറഞ്ഞു. അപർണ ചെറിയമ്മയുടെ അച്ഛനല്ലേ തമ്പി അപ്പൂപ്പൻ? അതെ, ആ തമ്പി അപ്പൂപ്പൻ തന്നെയാണ് അമ്മയുടെ അച്ഛനെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഭൂമി പിളർന്ന് താഴേക്ക് പോയതുപോലെയായി. നിന്റെ അമ്മയ്ക്ക് അച്ഛനില്ല എന്നുള്ള സത്യം നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. ജാനകി കൊച്ചിനോട് ദേഷ്യപ്പെട്ട്. അയാൾ എങ്ങനെ എൻ്റെ അച്ഛനാകും? അയാൾ എൻ്റെ ആരുമല്ല എന്ന് ജാനകി കുഞ്ഞിനോട് പറഞ്ഞു. പിന്നെ നീ ഇപ്പം എന്നോട് ഇത് ചോദിക്കാനുള്ള കാരണം എനിക്ക് ഇപ്പം അറിയണമെന്ന് പറഞ്ഞു ജാനകി. ആരാടി നിന്നോട് ഇത് പറഞ്ഞു തന്നതെന്ന് ചോദിച്ചു. ആരാടി എന്ന് ചോദിക്കുമ്പോൾ അത് അമൽ ചെറിയച്ഛനോട് അമ്മയും അച്ഛനും പറയുന്നത് ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും തമ്പുരാനെ ഇവർ ഞെട്ടിപ്പോയിട്ടോ. കുഞ്ഞത് കേട്ടു എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ മോളെ അത് വെറുതെ പറഞ്ഞതാട്ടോ, അയാൾ അപർണയുടെ അച്ഛൻ മാത്രമാണെന്ന് പറഞ്ഞു. അല്ല, അപർണ ചെറിയമ്മയുടെ അച്ഛൻ തന്നെയാ അമ്മയുടെ അച്ഛനും എന്ന് നമ്മുടെ പൊന്നുകുട്ടി പറഞ്ഞു. അപ്പോഴത്തേക്കും ജാനകിക്ക് ദേഷ്യം വന്നു. കൊച്ചിനോടാണെങ്കിൽ പോലും ദേഷ്യം വന്നു. ആ സമയത്ത് അബി ഇങ്ങനെ ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അബിക്ക് എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അറിയുന്നില്ല. ആ സമയത്ത് അബിയേട്ടാ മോള് ചോദിക്കുന്നത് കേട്ടില്ലേ എന്ന് അബിയോട് ദേഷ്യപ്പെടും. അന്നേരം ജാനകി, ഒരു കുട്ടി ചോദിക്കേണ്ട ചോദ്യമാണോ ഇവളീ ചോദിക്കുന്നതൊക്കെയെന്ന് ജാനകി അബിയോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു. അബി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് പൊന്നു വന്നേന്ന് പറഞ്ഞ് പൊന്നുവിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു അബി. അപ്പോൾ ഇനിയിപ്പോൾ പൊന്നുവിനോട് നീ ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. കേട്ടത് സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും ആര് പറഞ്ഞാലും ഇനി അവളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന കാര്യം അബി ജാനകിയോട് പറഞ്ഞു. കുട്ടികളുടെ മനസ്സിലൊന്ന് വീണു പോയാലേ അതവിടെ ഉറച്ച് തന്നെ കിടക്കും, അത് മാറില്ല എന്നും പറയുക കേട്ടോ. എനിക്കിതിൽ പരം അപമാനം ഇനി വേറെ ഒന്നും വരാനില്ല അബിയേട്ടാ. എൻ്റെ മോൾ ഒരിക്കലും ഇതറിയരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അത് അവൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്നുള്ള കാര്യവും ജാനകി പറയുവാണ് അബിയോട് സങ്കടത്തോടെ. ഞാൻ മരിച്ചു കളയുന്നതിന് തുല്യമല്ലേ അബിയേട്ടാ അതെന്നൊക്കെ ചോദിച്ച് എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല അബിയേട്ടാ എന്നും പറഞ്ഞ് ജാനകി ആകെ ഇതാവുമ്പോഴേക്കും അവളിത് ആരോടും പറയാനൊന്നും പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കും ജാനകി, നീ ഒന്ന് സമാധാനപ്പെടേണ്ട ജാനകി, നീ എന്തിനിങ്ങനെ ടെൻഷൻ ആവണേന്നൊക്കെ ചോദിച്ചു. അവൾ പറഞ്ഞില്ലെങ്കിൽ എന്താ, വളർന്നു വരുന്നൊരു കുട്ടിയല്ലേ അവള്, എന്താകും ഇതിൻ്റെയൊക്കെ അനന്തരഫലം? നാളെ അവൾ തമ്പിയെ കാണുന്നത് ഏത് കണ്ണിലായിരിക്കുമോ എന്നുള്ള കാര്യം നമ്മുടെ ജാനകി ചോദിക്കുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അബിക്ക് ഉത്തരം മുട്ടി നിൽക്കുക. അവളുടെ അമ്മയുടെ അച്ഛനായിട്ടായിരിക്കില്ല അവൾ നാളെ തമ്പിയെ കാണുന്നത്. എൻ്റെ കുഞ്ഞ് ഒരിക്കലും അയാളെ അങ്ങനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഭയങ്കരമായിട്ട് ഇതായിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി.
ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സക്കീർ ബായും ഉണ്ണിത്താനും കൂടെ അവിടെ നിന്ന് സംസാരിക്കും. അപ്പോൾ മേരി അമ്മയെ സാക്ഷ്യപ്പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ആലോചിച്ചോ എന്ന് ഉണ്ണിത്താൻ സക്കീർ ബായിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് രാധാമണി വാരസ്യാർ ഓർഫണേജിൽ എത്തുന്നത് മുതലാണ് അവരുടെ ആവശ്യം നമുക്കുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത്. നമുക്കിപ്പോൾ വേണ്ടത് കേസ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവ് ഉടനെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണെന്ന് ഉണ്ണിത്താൻ ഇങ്ങനെ സക്കീർ ബായിയോട് പറയുന്നു. മാധവ വാര്യർ കൊടുത്ത കേസ് തന്നെ ആയിരിക്കണം തുടർന്ന് വരാൻ പോകുന്ന കേസിൻ്റെ ബേസ്മെൻ്റ് എന്നും ഉണ്ണിത്താൻ പറയുന്നു. കേസ് റീഓപ്പൺ ചെയ്യുമ്പോൾ മേരി അമ്മയെ കക്ഷി ചേർത്ത് വേണം നമുക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അത് തന്നെയാണ് ശരിയായ നീക്കവുമെന്ന് സക്കീർ ബായും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിത്താൻ്റെ കൂട്ടുകാരനുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. 4 കാലയിലാണ് വരുന്നത്. തമ്പി ഉണ്ണിത്താൻ്റെ അടുത്തേക്ക് വരുക. അപ്പം എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണല്ലേ എന്നും ചോദിച്ചുകൊണ്ട് തമ്പി ഇങ്ങനെ വന്ന് ഇവരുടെ മുന്നിൽ ഇരിക്കുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ തമ്പിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ഇനിയിപ്പോൾ തമ്പിയുടെ എണ്ണപ്പെട്ട അല്ലെങ്കിൽ വിരലിൽ എണ്ണപ്പെട്ട ദിവസങ്ങളാണ് മുന്നിലേക്ക് വരുന്നത്. തമ്പി എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും സ്വന്തം ഭാര്യയ്ക്ക് തന്നെ അറിയാം തമ്പി തെറ്റുകാരനാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കഥയുമായിട്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.